evergreen cooking dairy എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട്. കാടമുട്ടയുണ്ട്, താറാമുട്ടയുണ്ട്, നാടൻ കോഴിമുട്ടയുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇത് പുഴുങ്ങി ഫ്രൈ ചെയ്ത് ചില പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഈ മുട്ടകളെല്ലാം ഒന്ന് പുഴുങ്ങിയെടുക്കാം. വെള്ളം വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓരോരോ മുട്ടകളായി ഇട്ട് കൊടുത്തിട്ട് എല്ലാം പുഴുങ്ങിയെടുക്കാം. താറാമുട്ടയും കോഴിമുട്ടയും കാടമുട്ടയും എല്ലാം കൂടി ചേർത്താണ് നമ്മൾ പുഴുങ്ങുന്നത്. എല്ലാം ഒരേപോലെ പുഴുങ്ങി വരുന്നതാണ് വിചാരിക്കുന്നത്. നല്ല കളർഫുള്ളായിട്ടുണ്ട് അല്ലേ മുട്ടകൾ. കാടമുട്ടൻ്റെ നിറവും നാടൻ മുട്ടയും താറാമുട്ടയും എല്ലാം കൂടി ആകുമ്പോൾ മൊത്തത്തിലൊരു കളർഫുൾ മുട്ടകളാണ്. കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. മുട്ട എല്ലാം ഒന്ന് വെന്തോ നോക്കാം. ഇത് നമ്മുടെ കളർഫുൾ മുട്ടകൾ എല്ലാം പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് തൊലി കളഞ്ഞ് റെഡിയാക്കാം. ഈ ഇത്രയും മുട്ട പുഴുങ്ങിയതേ നാടൻ കോഴിമുട്ട തൊലി കളയാനാണ് എളുപ്പം അല്ലേ. എല്ലാ മുട്ടകളും തൊലി കളഞ്ഞിട്ടുണ്ട്. ഇനി മസാല വരട്ടാം. മുട്ടകളെല്ലാം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൽ ചേർക്കാൻ വേണ്ടി ചെറിയൊരു മസാല തയ്യാറാക്കാം. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, മല്ലിപ്പൊടി ചേർക്കാം, കാശ്മീരി മുളക്, അധികം പൊടിക്കാത്ത കുരുമുളക് കുറച്ച് അധികം ചേർക്കുന്നുണ്ട്. മുട്ടയും കുരുമുളകും ഉപ്പും തമ്മിലൊരു കോമ്പിനേഷൻ ഭയങ്കര കോമ്പിനേഷനാണല്ലോ. കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. മുട്ടയിലെ മസാല നല്ലതുപോലെ പിടിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ, നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി പെരുംജീരകം ചേർക്കാം. മുട്ട പുഴുങ്ങുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മസാലയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് ഉപ്പ് ചേർക്കാം. മസാല എണ്ണയൊക്കെ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മസാല എല്ലാം മുട്ടയിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച് രണ്ടും കൂടി യോജിപ്പിച്ചെടുക്കാം. എല്ലാ മുട്ടയിലും നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. ഉരുളി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയെല്ലാം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുട്ടകളെല്ലാം അതിനകത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ കോരിയെടുക്കാം. ബാക്കിയുള്ള മുട്ട കൂടി നമുക്കെല്ലാം ചേർത്ത് പൊരിച്ചെടുക്കാം. ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനെ കോരിയെടുക്കാം. ബാക്കിയുള്ള എല്ലാ മുട്ടകളും കൂടി പൊരിച്ചെടുക്കാം. ഒരു സൈഡെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്.
ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മുട്ടയെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് കുറച്ച് പച്ചമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകെല്ലാം നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മുടെ മുട്ട ഫ്രൈ ചെയ്തതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് കുറച്ച് മല്ലിയില. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ മുട്ട ഫ്രൈ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യം ഒരു കാടമുട്ടി തുടങ്ങാം അല്ലേ? നല്ലപോലെ എരിവും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ പൊടിയൊക്കെ കൂട്ടി കഴിച്ചോട്ടെ. എങ്ങനെയുണ്ട് അപ്പൂസേ? സൂപ്പറായിട്ടുണ്ടോ? നന്നായി പിടിച്ചിട്ടുണ്ടോ? മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോ? ഇതിപ്പോൾ താറാമുട്ടയും നാടൻ മുട്ടയൊന്നും അറിയണില്ലല്ലോ. ഉള്ളതിൽ വലിപ്പമുള്ളൊരു മുട്ട എടുക്കാം അല്ലേ? ഇത് താറാവായിരിക്കുന്നു പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ടേസ്റ്റ് നോക്കട്ടെ. എണ്ണയിലൊക്കെ കിടന്ന് പൊരിഞ്ഞിട്ടേ അതിൻ്റെ മണവും സൂപ്പറായിട്ട്. അതിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കഴിക്കണ്ട. പൊടിയിലാണ് മസാലയൊക്കെ കൂടുതലുള്ളത്. പുറത്ത് ഫുള്ള് മസാലയുള്ള അത് നല്ല ക്രഞ്ചി ആയിട്ടുണ്ട്. ലാസ്റ്റ് വറുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിലേക്കല്ലേ ആ ഫ്ലേവർ എടുത്തറിയുന്നുണ്ട്. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. മുട്ട, താറാവ് മുട്ടയും നാടൻ മുട്ടയും കാടമുട്ടയെല്ലാം കൂടി പുഴുങ്ങി അതിനെ മസാല തേച്ച് ഫ്രൈ ആക്കിയ ഒരു സൂപ്പർ റെസിപ്പി. നമുക്കെല്ലാവർക്കും വീട്ടിൽ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.